തിരുവനന്തപുരത്ത് പരമാവധി സീറ്റുകളിൽ വിജയിച്ച് നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം, നല്ല രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ സ്ട്രാറ്റജി. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും മറികടക്കുക, അതായത് BJP ഏത് വിധേനയും പരാജയപ്പെടുത്തുക. തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ BJP 3-4 സീറ്റുകൾ ജയിക്കുകയാണെങ്കിൽ പിന്നീട് ജില്ല കൈവിട്ടു പോകുമെന്നുള്ള ഒരു ആശങ്ക LDFനുമുണ്ട്, UDFനുമുണ്ട്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മുന്നേറ്റം കോർപ്പറേഷൻ പിടിച്ചതോടുകൂടി അതിനനുസരിച്ചുള്ള ഒരു മണ്ണായിട്ട് തിരുവനന്തപുരം മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും തുടർച്ചയായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ്. BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ LDFും UDFും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് BJP സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. കാസർഗോഡും മഞ്ചേശ്വരമൊക്കെ തുടർച്ചയായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3 ദശാബ്ദത്തോളമായിട്ട് മഞ്ചേശ്വരത്തും കാസർഗോഡും ഇതാണ് ഒരു സിനാരിയോ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ ഓപ്പണായിട്ട് പറഞ്ഞിരുന്നു. അതായത് ഞങ്ങൾ ജയിക്കുന്നത്, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിക്കുന്നത് LDFിൻ്റെ വോട്ട് കൊണ്ടാണെന്നുള്ളത്. കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ള മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്, അതിപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും അവർ പരസ്പരം വോട്ട് മറിച്ച് BJPയെ പരാജയപ്പെടുത്തുന്നത് ഇവിടെ പൊതുവായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് ഇത്തവണ തിരുവനന്തപുരത്ത് വളരെ ശക്തമായിട്ട് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ധാരണ, അനൗദ്യോഗികമായിട്ടുള്ള ധാരണ LDFും UDFും തമ്മിൽ ആയിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്.